പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 28 ഓശാന ശനിയാഴ്ച. പുതിയൊരു പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറയാം. ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ ദിവസം കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ലാസറിൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് പോയതിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം ഉണ്ടാക്കുന്ന ആ പ്രത്യേക കഴുക്കട്ട പലഹാരമൊക്കെ നേർച്ചയായി ഭക്തിയോടെ ഭക്ഷിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വചനം ധ്യാനിക്കാം. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ മറിയം തൻ്റെ ഭവനത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത് അവിടത്തേക്ക് കൊടുക്കാൻ തയ്യാറായി. തൻ്റെ മൃതസംസ്കാരത്തിനുള്ള ഒരുക്കം അവൾ നടത്തിയെന്നാണ് കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മറിയത്തിന് എങ്ങനെയാണ് കർത്താവിൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. കർത്താവെ, മറിയത്തെപ്പോലെ വിലപ്പെട്ടത് അവിടത്തേക്കായി നൽകാനും അവിടുത്തെ പാദശുശ്രൂഷ ചെയ്യാനും ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.